കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് കബീറിൻ്റെയും തൂലികയുടെയും കല്യാണം കഴിയുന്നത് കാണിച്ചിട്ടാണ്. മാത്രമല്ല നമ്മുടെ യുവാൻ അവന് ശരിക്കുള്ള പേഴ്സണാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ബന്നിയോട് അവൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ അവരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനൊരുപാട് കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. ബന്നിയോട് അവൻ വന്നിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബന്നി സാരമില്ല, അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല, ഇതൊക്കെ ചെറിയ മുറിവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തുന്നൊക്കെയുണ്ട്. പിന്നീട് അങ്ങോട്ട് നല്ലവനായ ആ ഒരു പേഴ്സണാലിറ്റിയിലൂടെ തന്നെയാവും യുവാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ യുവാൻ്റെ അമ്മയുടെ മരണത്തിനെ പറ്റിയൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ആ അമ്മയെ കൊന്നത് ആരാണെന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. അത് വേറെ ആരും ആവില്ല, അവൻ്റെ അച്ഛൻ ഹേമന്ത് തന്നെയാവും. ഇത്ര കാലം മാനസിക രോഗിയാവാനുള്ള മരുന്ന് യുവാന് കൊടുത്തത് ഹേമന്ത് തന്നെയാവും. അന്ന് ആ ഡോക്ടർ ഒരാൾക്ക് വിളിച്ചില്ലേ, അത് ഹേമന്തിനാവും വിളിച്ചിട്ടുണ്ടാവുക. ഹേമന്ത് ഭാര്യയെ കൊന്നത് സംശയരോഗം കൊണ്ടാവും. മ്യൂസിക് പഠിപ്പിക്കാൻ വന്ന ടീച്ചറുമായിട്ട് ഒരു അരുതാത്ത ബന്ധം ഭാര്യയ്ക്കുണ്ടെന്നും അതിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെന്നൊക്കെ ആള് സംശയിച്ചതുകൊണ്ടാവും സ്വന്തം ഭാര്യയായ വൃന്ദയെ കൊന്നിട്ടുണ്ടാവുക. ഇത് യുവാൻ കണ്ടിട്ടുണ്ടാവും. അത് അവൻ ആരോടും പറയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാവും അവനെ മാനസിക രോഗിയാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ സത്യങ്ങളെല്ലാം തെളിയുമ്പോൾ ബന്നിയും യുവാനും കൂടെ ഹേമന്തിനെ പോലീസിലൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബന്നിയും യുവാനും കൂടെ ഒന്നുകൂടെ വിവാഹം കഴിച്ച് ഒരു നല്ലൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും വേറെ ഒരു പ്രശ്നം അതിൻ്റെ ഇടയിലേക്ക് വരിക. തൂലിക പ്രഗ്നൻ്റ് ആണെന്നറിയും. അതായത് കബീറുമായിട്ട് അവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതറിഞ്ഞിട്ട് ബന്നി എന്തായാലും ആ ഒരു കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടണം, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു റാദോട്ട് ഫാമിലിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുകയാണ്. യുവാൻ കരഞ്ഞിട്ട് ബന്നി നിന്നെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ, തൂലികയെ ഒരിക്കലും ആ സ്ഥാനത്തേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, എനിക്ക് ആ കുട്ടിയെ വേണമെങ്കിൽ നമുക്ക് നന്നായി നോക്കാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ അവളതൊന്നും കേൾക്കാതെ പോവുകയാണ്. പിന്നീട് തൂലിക ആ പ്രസവത്തിൽ മരിക്കുകയാണ്. കുഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ യുവാൻ പെട്ടെന്ന് കബീറിൻ്റെ പേഴ്സണാലിറ്റിയിലേക്ക് മാറിയിട്ട് എല്ലാവരെയും പിന്നെയും ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെയുണ്ട്. ബന്നി ആ കുഞ്ഞിനെ രക്ഷിച്ചിട്ട് വീട്ടിലേക്ക് അവളോടൊപ്പം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും കബീറിന് ബന്നിയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരികയാണ്. ബന്നി അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നതൊക്കെ. ബന്നിയുമായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും അവൻ ഓർമ്മ വരികയാണ്. അപ്പോൾ അവൻ്റെ ആ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഇല്ലാതായിട്ട് അവൻ്റെ ശരിക്കുമുള്ള സ്വഭാവം അവന് വരുന്നുണ്ട്. അങ്ങനെ അവൻ ബന്നിയുടെ അടുത്തേക്ക് പോയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. നമുക്ക് ഒപ്പം ഇനി ഹോം ഡെലിവറി ബിസിനസ്സൊക്കെ നോക്കി നടത്താം, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ഒപ്പം നോക്കാം എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവാണ്. അവളത് അക്സെപ്റ്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവൾ ആ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഹോം ഡെലിവറി ബിസിനസ് വലിയൊരു നിലയിലെത്തുന്നതാണ്. അപ്പോൾ യുവാൻ അവളോടൊപ്പം തന്നെ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് അവളുടെ കൂടെ ഉണ്ടാവും. മാത്രമല്ല ആ വീട്ടിലുള്ളവരെല്ലാം അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഒരു ഫോട്ടോയോട് കൂടിയിട്ട് ഈ സീരിയൽ അവസാനിക്കുന്നത്. ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജസ് കുറവാണ്, അപ്പോൾ എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ കേട്ടിട്ട് അതിൽ ബന്നിച്ച് ഹോം ഡെലിവറി നിന്ന് ഉണ്ടാവും, അപ്പോൾ അത് പോയി കണ്ടാൽ മതി. ഇനി സീരിയൽസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, അത് റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ചാനലിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൂവീസ് ആയിരിക്കും ഇനി കൂടുതൽ ചെയ്യുക. ഞാൻ വാട്സപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ്സ് അറിയിക്കാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ സീരിയൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, ഭയങ്കര ബോറായിട്ടൊക്കെ തോന്നി ലാസ്റ്റ് ഭാഗമൊക്കെ ആയപ്പോൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.